ഭർത്താവിൻ്റെ ഫ്രണ്ടാണ്. അവനെ കൂടെ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരും, വീട്ടിൽ അധികം വരും. അധികം വരുന്ന വെച്ചാൽ അധികം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേണ്ടാത്ത സ്ഥലങ്ങളിൽ പിടിച്ച് തോണ്ട് ഇതാക്കുക ചെയ്യുമ്പോൾ ഞാൻ പറയും, ഹസ്ബൻഡിനോട് പറയുമ്പോൾ പറയും സാരല്ല വിട്ടുകള, പിന്നെ അഥവാ അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ നീ ചെയ്തു കൊടുക്കാൻ എന്താ വേണ്ട വെച്ചാൽ ചെയ്തു കൊടുക്കുന്നു പറയും. അങ്ങനെ കഴിഞ്ഞ 17-ാം തീയതി വൈകുന്നേരം ഒരു ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ ഒക്കെ കൊണ്ടുവച്ച് വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ ബാക്കിലൂടെ വന്ന് പിടിക്കുകയും ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ DYFIന്റെ ആളാണ്, പാർട്ടിയിലുള്ള ആളാണ്, എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെയും എൻ്റെ മക്കളെയും കൊന്നുകളയെന്ന് പറഞ്ഞു. ആ ഒരു പേടി കാരണം ഞാൻ ഇക്കാനെ തട്ടിത്തെറിപ്പിച്ച് അവനെ തള്ളിയിട്ട് ഞാൻ ഓടിയപ്പോൾ ഇക്കാന്ന് വിളിക്കുന്നുണ്ട്. മൂപ്പര് മൈൻഡാക്കില്ല, ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ പോയി റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടു. 4:20 ആകുമ്പോൾ മക്കൾ വരും. അപ്പം 4:15 ഇവർ പോകുന്നില്ല. അപ്പം 4:15 കഴിഞ്ഞ് ഞാൻ ഇവർ വണ്ടി എടുത്ത് ജനലിനുള്ളിൽ കൂടെ നോക്കി അവർ പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ ഇറങ്ങി അപ്പുറത്തെ വീട്ടിലെ താത്താനോട് പോയി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് മക്കളെ പോയി കൂട്ടി വന്നത്. അപ്പോൾ ആ ഒരു വിവരം അറിഞ്ഞതുകൊണ്ട് ആണ് ഈ ഞായറാഴ്ച മൂപ്പര് വന്നിട്ട് ഞാനും അവിടെ സുഖമില്ലാത്ത ആ മനുഷ്യനുമായിട്ട് ബന്ധമുണ്ട്, എന്തൊക്കെയോ അനാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരിലും പരാതി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഒരുപാട് നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എന്തും ചെയ്യും, ഈ പാർട്ടിയുടെ ഒരു ബലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള വിചാരമുണ്ട്. അത് ഒരു പാർട്ടി മാത്രമല്ല, ഏത് പാർട്ടിയിലുള്ളവരായിരുന്നാലും ശരി, ഇതേ കണക്ക് ഒരുപാട് പേരുണ്ട്. പാർട്ടി പേര് അല്ലെങ്കിൽ പാർട്ടിയില്ലാതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്തും ചെയ്യാം, ആരോട് എന്തും വേണമെങ്കിലും കാണിക്കുക, അത് ഒരു പ്രശ്നവും ഇല്ല, ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് എണ്ണത്തിന് വിചാരമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മാറണമെങ്കിൽ ഇതേ കണക്കുള്ളവർ കേസ് കൊടുക്കണം. എന്തായിരുന്നാലും ശരി, ഇങ്ങനത്തെ ഉള്ളവന്മാർക്കുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇനി ഒരുത്തനും ചെയ്യാതിരിക്കത്തുള്ളൂ. കാരണം ഒരു പാർട്ടിയുടെ എന്തും ആയിക്കോട്ടെ, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവന്മാരും ആയിക്കോട്ടെ, അവന്മാരെ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്തും ചെയ്യാം, ആരും ഒന്നും പറയില്ല, അല്ലെങ്കിൽ ഒരു പരാതിയും കൊടുക്കത്തില്ല എന്നുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാറണം. എന്നാലേ ഇവന്മാരെ പോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിലയ്ക്ക് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും നടക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്.